ഉന്നത വിദ്യാഭ്യാസം നേടാൻ മലയാളി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഒഴുകുന്നു എന്നതാണ് പുതിയ കണക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവന്ന പ്രവാസി സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം 2 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠനത്തിനായി കേരളം വിട്ടത്. 20.2 ലക്ഷം മലയാളികൾ പ്രവാസ ജീവിതം നയിക്കുന്നു എന്നും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ സർവേയിൽ വ്യക്തമാക്കുന്നു. ഇന്നലെ ലോക കേരള സർവേയിലായിരുന്നു ഈ സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ലോക കേരള സഭയിൽ പ്രകാശനം ചെയ്ത കേരള കുടിയേറ്റ സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് കാര്യമാക്കാതെ ഉന്നത പഠനത്തിനായി മലയാളി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പുറത്ത് പഠിക്കാൻ പോയ 2 ലക്ഷം വിദ്യാർത്ഥികളിൽ 45.6% പെൺകുട്ടികളാണ്. 2018-ൽ ഇത് 1.29 ലക്ഷമായിരുന്നു. 152 രാജ്യങ്ങളിലായി 20 ലക്ഷത്തിലേറെ മലയാളികളാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. ഇതിൽ 19.1% സ്ത്രീകളാണ്. ഇവരിൽ 40%വും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത്. പ്രവാസികളായ വനിതകളിൽ 72% പേരും ഡിഗ്രിയോ അതിനു മുകളിലോ വിദ്യാഭ്യാസം നേടിയവരാണ്. പ്രവാസികളായ പുരുഷന്മാരിൽ ഡിഗ്രി വിദ്യാഭ്യാസം നേടിയത് 34% പേർ മാത്രമാണ്. കുടുംബസമേതമുള്ള കുടിയേറ്റങ്ങളും വർദ്ധിക്കുന്നു. ബർമ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രവാസികളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും വിദേശത്ത് പോകുന്നതിൽ മുന്നിൽ കോട്ടയവും പിന്നിൽ മലപ്പുറവുമാണ്. അടുത്ത ബന്ധുക്കളായ പുരുഷന്മാർ വിദേശത്ത് പോയതിനാൽ 10 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കേരളത്തിൽ 5-ൽ 1 കുടുംബവും സ്ത്രീകൾ ചുമതല വഹിക്കുന്നതായതിന് പ്രധാന കാരണവും പുരുഷന്മാരുടെ പ്രവാസ ജീവിതമാണ്. 2,16,893 കോടി രൂപയാണ് കേരളത്തിൽ 2023-ൽ ലഭിച്ച നിക്ഷേപമെന്ന് പ്രവാസി സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഞെട്ടിക്കുന്ന കണക്കാണ് പ്രവാസി സർവേ വരുന്നത്. നേരത്തെയും ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. കൂട്ടത്തോടെ മലയാളികൾ കേരളം വിടുന്നു എന്നതാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം. അത് നമ്മുടെ കഴിഞ്ഞകാല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ പോലും ഇതൊരു കാരണമായി വിലയിരുത്തപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ ജില്ലകളിൽ ഇത് വളരെ പ്രകടമാണ് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ റിപ്പോർട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇത്തരമൊരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം മലയാളികൾ കഴിഞ്ഞ വർഷം മാത്രം പോയി എന്നതാണ്. ഈ വിദേശ പഠനത്തിന് കുടിയേറുന്നവർ പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കുന്നു എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുന്ന കാര്യം. കാരണം പഠനത്തിന് വിദേശത്തേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. വിദ്യാർത്ഥികൾക്ക് അറിവ് നേടാനുള്ള ആഗ്രഹവും അതിന്റെ ഭാഗമായുള്ള നടപടി ഉണ്ടാവും. പക്ഷേ ഈ പോകുന്നവരാരും പിന്നെ തിരിച്ചു വരുന്നില്ല, അവിടെ തന്നെ അവർ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുന്ന കാര്യം. ഇത് മറികടക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചില പരിഷ്കാരമൊക്കെ കേരളം പ്രഖ്യാപിച്ചിരുന്നല്ലോ. പ്രത്യേകിച്ച് വിദേശ സർവകലാശാലകളിലേക്ക് കേരളത്തിലേക്ക് സ്വാഗതം എന്നതും മറ്റുമുള്ളത് വലിയ പ്രതിഷേധമുണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഈ കണക്കിന്റെ ഒരു വ്യാപ്തി എത്രമാത്രമാണ് അരുൺ? സഹിത് 2018 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കോവിഡ്, പ്രളയം തുടങ്ങിയ സമയം പ്രശ്നങ്ങളുണ്ടായ സമയങ്ങൾ. അതിനുശേഷം ആ സമയത്ത് ഒന്ന് കുടിയേറ്റത്തിന്റെ തോത് കുറഞ്ഞതാണ്, വിദ്യാർത്ഥികൾ പോകുന്ന തോതും കുറഞ്ഞതാണ്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും പ്രവാസ ലോകത്തെ തന്നെ ആശ്രയിക്കുകയാണ് മലയാളികൾ. പൊതുവിൽ വിദേശത്ത് പഠന ചെലവ് വളരെ കൂടുതലാണ്. കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ പഠന ചെലവ് കൂടുതലാണ്. പക്ഷേ ആ ചെലവൊന്നും വകവയ്ക്കാതെയാണ് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ കുത്തൊഴുക്കുന്നതിന് പറയാം വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നത്. 2018-ൽ 1,29,763 വിദ്യാർത്ഥി കുടിയേറ്റക്കാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ
അത് ഈ 2023 ആയപ്പോൾ 2.5 ലക്ഷമായി വർദ്ധിച്ചു. അതായത് ഇരട്ടിയിലേറെ വർധന ഈ പ്രവാസി വിദ്യാർത്ഥികളുടെ കാര്യത്തിലുണ്ട്, അല്ലെങ്കിൽ കുടിയേറ്റ വിദ്യാർത്ഥികളുടെ കാര്യത്തിലുണ്ടായിട്ട് വിദ്യാഭ്യാസത്തിന് അവിടെ പോകുന്നവരുടെ എണ്ണത്തിലുണ്ട്. അതിൽ തന്നെ പെൺകുട്ടികളുടെ പങ്ക് വളരെ വലുതാണ്. 45% പെൺകുട്ടികൾ അവിടേക്ക് പോകുന്നു. മറ്റു പ്രധാനപ്പെട്ട കണക്ക് പറയുന്നത് 17 വയസ്സിന് മുമ്പ് തന്നെ മലയാളി കുട്ടികൾ നാടുവിടുകയാണ്. നാടുവിടുന്ന വാക്ക് തന്നെയാണ് സർവേയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, സർവേ റിപ്പോർട്ട്. അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു. ഒരുപക്ഷെ സൂചിപ്പിച്ച പോലെ പലരും അവിടെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ അതിനൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ആ ജോലി പിന്നീട് അവിടെ തന്നെയോ അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലിയിൽ ഉയർന്ന ശമ്പളത്തിലുമൊക്കെ തുടരാനുള്ള അവസരം വിദ്യാർത്ഥികൾ ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ വന്ന് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന എന്നത് അവരുടെ ഒരുപക്ഷെ അവരുടെ ജീവിതം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ അവരുടെ ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാകും ഈ 17 വയസ്സ് മുൻപ് തന്നെ നാടുവിടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുന്നുവെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിദേശത്ത് പഠിക്കാൻ യുവതലമുറ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ആകെ പ്രവാസികളിൽ 11.3% വിദ്യാർത്ഥികളാണ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പോകുന്നവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10%-ലേറെ ആകെയുള്ള പ്രവാസി നേരത്തെയൊക്കെ ജോലിക്ക് വേണ്ടി മാത്രം മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന മലയാളികൾ ഇന്ന് വിദ്യാഭ്യാസം അതിൽ 10-11%-ലേറെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം പോകുന്നവരുടെ എണ്ണം കൂടുന്നു. അവർ പലരും വലിയ വിഭാഗം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു എന്ന് പറയുമ്പോൾ അവർ നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യുന്നില്ല, പകരം അവരുടെ ജോലിയും ജീവിതവും ഒക്കെ അവിടെ മാറുന്നു. അതിൽ പലരും വിദേശ പൗരന്മാരായി മാറുന്നു. അവരുടെ തലമുറകൾ വീണ്ടും ഒരുപക്ഷെ പൂർണ്ണമായും നാടിനെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ കുടിയേറ്റം കേരളത്തെ ചെന്നെത്തിച്ചിരിക്കുന്നത്. അതേസമയം വരുമാനത്തിലൊക്കെ വലിയ വർധനയുണ്ട്. പ്രവാസികൾ പോകുന്നവരുടെ എണ്ണം 2018 20 ലക്ഷമായിരുന്നു, 22 ലക്ഷമായി കൂടുന്നുണ്ട്. അത്തരത്തിലുള്ള അവിടുന്ന് വരുന്ന പണത്തിന്റെ കണക്കിലും വലിയ വർധന ഉണ്ടാകുന്നുണ്ട്. വലിയ നേട്ടം രാജ്യത്തിന് തന്നെ പ്രവാസികളുടെ പണം നൽകുന്നുമുണ്ട്. പക്ഷേ നാടിനുപേക്ഷിച്ച് പോകുന്നവരുടെ എണ്ണം അത് 17 വയസ്സിന് മുമ്പ് തന്നെ മലയാളി കുട്ടികൾ നാടുപേക്ഷിച്ച് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുണ, ഈ മധ്യകേരളത്തിന്റെ ജില്ലകളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി അടക്കം ഇടങ്ങളിൽ ഒരു പുതിയ കാല പ്രതിസന്ധി രൂപപ്പെടുന്നത് കുടുംബങ്ങളിൽ യുവതലമുറയില്ല. അവരെല്ലാവരും നല്ലൊരു ശതമാനവും വിദേശത്തേക്ക് ചേർക്കേറുന്നു എന്നതാണ്. നാടുകളിൽ അച്ഛനും അമ്മമാർ ഒറ്റപ്പെട്ട് താമസിക്കുന്നു. പക്ഷേ പുതിയ തലമുറ മുഴുവൻ വിദേശത്താണ്. ഒരുപക്ഷെ വിദേശ നാണ്യം വരുന്നുണ്ടാവാം, പക്ഷേ ഒരു പുതിയ കാല പ്രതിസന്ധി, നമ്മുടെ മാൻ പവർ, നമ്മുടെ മനുഷ്യ വിഭവശേഷി അത് വിദേശത്തേക്ക് പോകുന്നു എന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ദൂരവ്യാപകമായി പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അത് സർക്കാരും അംഗീകരിക്കുന്നുണ്ട്. നേരത്തെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഒക്കെ പറഞ്ഞത് ഇതിന് പരിഹാരമുണ്ടാവാൻ ചില ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ലോക കേരള സഭയിൽ അവതരിപ്പിച്ച ഈ റിപ്പോർട്ട് ഇത്തരമൊരു ഔദ്യോഗിക രേഖ കൂടിയായി മാറുമ്പോൾ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്ത് തുടർ നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം? ഇത് പെട്ടെന്നൊരു പരിഹാരം സാധ്യമല്ല. എന്നിരുന്നാൽ കൂടിയും ഘട്ടം ഘട്ടമായും എങ്കിലും നമ്മുടെ സംവിധാനങ്ങളിൽ എന്ത് തരം പരിഷ്കാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അത്തരം കാര്യങ്ങൾ ലോക കേരള സഭയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സജിത്തെ, ഈ മധ്യ കേരളം മാത്രമല്ല, ഇപ്പോഴും ഈ കേരളത്തിൽ നിന്നുള്ള പ്രവാസത്തിന്റെ കുടിയേറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തുടരുന്നത് വടക്കൻ കേരളം എന്നാണ് റിപ്പോർട്ട് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മലപ്പുറത്തെ തിരൂർ താലൂക്കാണ് പ്രവാസികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന താലൂക്ക്. 1 ലക്ഷം പ്രവാസികളാണ് തിരൂർ താലൂക്കിൽ നിന്ന് മാത്രം ഉള്ളത്. ഇടുക്കി ദേവികുളം താലൂക്കാണ് പ്രവാസികളുടെ എണ്ണത്തിൽ വളരെ പിന്നിലുള്ള ഒരു പ്രദേശം. ഇടുക്കിയിൽ നിന്ന് പ്രവാസികൾ കുറവെന്ന് ഈ സർവേ റിപ്പോർട്ട് പറയുന്നു. ഏറ്റവും കൂടുതൽ മലയാളി കുടിയേറ്റക്കാർ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ തന്നെയുണ്ട്. GCC രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ 89.2% ഇടിവ് 2023 കാണിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലേക്ക് മറ്റ് രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും മാറുന്നു. UK-യിലേക്ക് ഏറ്റവും അധികം കുടിയേറ്റം ഉണ്ടാകുന്നു. വിദേശ വിദ്യാർത്ഥികൾ 30% പഠിക്കുന്നത് UK-യിലാണെന്നും അതായത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്. നമുക്ക് നേരത്തെ UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകാൻ കൂടുതൽ താല്പര്യം കാട്ടുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അവിടെയാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കൂടാനും കാരണം. അതായത് ജോലി തേടി മാത്രം പോകുന്നവരല്ല, വിദ്യാഭ്യാസത്തിന് പോകുന്നു, അതിനുശേഷം ജോലിയിലേക്ക് പോകുന്നു. എങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരാന്ന കാര്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ പല തലങ്ങളിൽ ചർച്ച നടത്തുന്നുണ്ട്. സൂചിപ്പിച്ച പോലെ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ അല്ലെങ്കിൽ അവരുടെ ചെയറുകളൊക്കെ കേരളത്തിലെ സർവകലാശാലകൾ സ്ഥാപിച്ച് അവിടെ പഠിക്കുന്ന അതേ സാഹചര്യത്തിൽ അതേ നിലവാരത്തിൽ വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആ രീതിയിലേക്ക് ഇതുവരെയും അതൊരു ഫുൾ ഫ്ലെഡ്ജായി മാറിയിട്ടില്ല. മാത്രമല്ല അവിടെ പഠിക്കുമ്പോൾ അതിനൊപ്പം നേടുന്ന വരുമാനമുണ്ട്, ജോലി നേടാവുന്ന വരുമാനമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഇവിടെ
തുലവും കുറവാണ്. അതുതന്നെയാണ് പ്രധാന പ്രതിസന്ധിയായ സർക്കാരിന് മുന്നിലുള്ളത്. മാത്രമല്ല ഇപ്പോൾ അരുണ, ഒരു കാര്യം കൂടിയുള്ളത്, ഈ ഇതൊരു ഔദ്യോഗിക രേഖയായി റിപ്പോർട്ട് മാറുമ്പോൾ ഇതിൽ ഇനി സർക്കാരിന് സ്വീകരിക്കും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നമ്മുടെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് വിദേശ രാജ്യങ്ങളുടെ കുടിയേറ്റമാവാമെന്ന സംശയമാണ്. അത്തരത്തിൽ ഗൗരവമായി രാഷ്ട്രീയ പാർട്ടികളെ പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യം മാറുന്നു എന്നതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഈ കുടിയേറ്റത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതുതരം ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്? അതായത് നമ്മുടെ വിദേശ നാണ്യത്തിൽ അതിൻ്റെ ഒരു വർധനവ് സൂചിപ്പിക്കുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വരുമാനത്തിന് വലിയ വർധന ഉണ്ടാകുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നുണ്ട്. അത് റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തിനും രാജ്യത്തിനും ലഭിക്കുന്ന പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വർദ്ധിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം സർക്കാർ ആ ഒരു ലൈൻ നോക്കുമ്പോൾ സർക്കാരിന് വളരെ നേട്ടമാണത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ സാമ്പത്തിക നിലനിൽപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമായി ഇത് മാറുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആളുകളില്ലാത്ത സ്ഥലമായി സൂചിപ്പിച്ച പോലെ പലയിടത്തും ഇന്നലെ ഒരു വ്യവസായി ഗോകുലം ഗോപാലൻ അവിടെ അവതരിപ്പിച്ച ഒരു പേപ്പറിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മലയാളികൾ കൂട്ടത്തോടെ നാടുവിട്ടു പോകുമ്പോൾ പ്രായമായവർ ഇവിടെ ഒറ്റയ്ക്കാകുന്നു, അവർക്ക് വേണ്ടി ഒരു പുനരധിവാസ പദ്ധതിയാണ് അദ്ദേഹം ഇന്നലെ ലോകകേരള സഭയ്ക്ക് മുമ്പാകെ വച്ചത്. അതായത് പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് അവരുടെ രക്ഷിതാക്കളെ പലപ്പോഴും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. രക്ഷിതാക്കൾ സഹിത് സൂചിപ്പിച്ച പോലെ മധ്യകേരളത്തിലടക്കം പലയിടത്തും പ്രവാസികൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അവരെ പാർപ്പിക്കാൻ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് സംവിധാനം, അവർക്ക് ആശുപത്രി, അവർക്ക് മറ്റ് എന്റർടൈൻമെന്റ് അവസരങ്ങളെല്ലാം ഒരുക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കേരളം ചിന്തിച്ചു തുടങ്ങുന്നു. അതായത് പ്രവാസികൾ തിരികെ വരും, അവരെല്ലാം കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുമെന്നത് വിദൂര ഭാവിയിൽ പോലും നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് എങ്ങനെ അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് നാടുമായുള്ള ബന്ധം തുടരാൻ ഉള്ള വഴികൾ മറ്റു സർക്കാരിനെ പോലെ മറ്റു പലരും ആലോചിക്കുന്നത്. തുടരുക. ഡോക്ടർ കെ എൻ ഹരിലാൽ നമുക്കൊപ്പമുണ്ട്, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ഹരിലാൽ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ ഹരിലാൽ, ഈ പ്രവാസി സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്ന കാര്യത്തിന്റെ ഒരു ഔദ്യോഗിക വേർഷനാണ് ഉണ്ടാവുന്നത്. 2 ലക്ഷത്തിലധികം കുട്ടികൾ കഴിഞ്ഞ വർഷം മാത്രം വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി കുടിയേറി എന്നതാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പോവുക സ്വാഭാവികമാണ്. പക്ഷേ പല കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, മലയാളികളുടെ പൊതുവിൽ അറിയാനുള്ള ആഗ്രഹം, വിദേശ രാജ്യങ്ങളെ പൊതുവിൽ അത്തരമിടങ്ങളും തങ്ങളുടെ അടുത്ത ഇടങ്ങളായി കാണാനുള്ള അവരുടെ ശേഷി, അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ നമുക്ക് നഷ്ടപ്പെടുന്ന മാനവ വിഭവശേഷി അത് പിന്നീട് തിരികെ വരുന്നില്ല. അവർ പലരും അവിടെ തന്നെ കുടിയേറി അവിടെ തന്നെ താമസം ഉറപ്പിക്കുന്നു എന്നതാണ് സാഹചര്യം. ആശങ്കപ്പെടുത്തുന്നില്ലേ ഈ കണക്കുകൾ? അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ആശങ്കയും പ്രതീക്ഷകളും ഒരുമിച്ച് ഉണ്ട്. ഇതിപ്പോ പിന്നെ ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. 3ാം ലോക രാജ്യങ്ങളിൽ നിന്ന് പൊതുവെ ഈ വികസിത രാജ്യങ്ങളിലേക്ക്, ഫസ്റ്റ് വേൾഡിലേക്ക് ആൾക്കാർ ജോലി തേടി പോകുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്. ആ പ്രതിഭാസം ഇപ്പോ കൂടുതൽ ശക്തമായിരിക്കുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് കേരളത്തിലും ഇപ്പൊ കാണുന്നത്. കേരളത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് കൂടുതലായിരിക്കും. കാരണം നമ്മള് ഈ പ്രവാസത്തിന്റെയും കുടിയേറ്റത്തിന്റെയും ഒരു സംസ്കാരം സമീപകാലത്തായിട്ട് ഉള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിന്ന് കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും വിദ്യാഭ്യാസം എന്നുള്ള ലക്ഷ്യം മാത്രമല്ല ഈ പുറത്തേക്ക് കുട്ടികൾ പോകുന്നതിന്റെ കാരണം. തൊഴിലിനുള്ള സാധ്യത, അതുപോലെ തന്നെ എക്സ്പോഷർ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ പല രീതിയിൽ വിലമതിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെ ഈ പുറത്തേക്ക് പോകാനുള്ള പ്രവണതയുണ്ട്. ഇത് കേരളത്തിന്റെ വികസനത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്ന്, നമുക്ക് കുട്ടികളെ നഷ്ടപ്പെടുന്നു, യുവതയെ നഷ്ടപ്പെടുന്നു. അത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ചലനാത്മകതയൊക്കെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അത് അങ്ങനെ ബാധിക്കാതിരിക്കുന്നതിനുള്ള പിന്നെ വികസന പരിപാടികൾ, കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഈ സർവേയുടെ ഫലങ്ങൾ നമ്മളെ പിന്നെ സമൂഹവും ഗവൺമെന്റും ഗൗരവത്തിലെടുത്ത് അതിന് അനുയോജ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. തിരിച്ചു വരാൻ കഴിയുന്നവരെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് തൊഴിലിനും അതുപോലെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ചില മേഖലകളിലെങ്കിലും ഇവിടെ സ്കില്ലിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കിട്ടാത്തതായിരിക്കും ആൾക്കാരെ പുറത്തേക്ക്
പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സ്കില്ലുകൾ ഇവിടെ കിട്ടുന്ന തരത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ വേണ്ട മാറ്റം വരുത്താൻ യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ അവിടെ നാട്ടിലും വിദേശത്തും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. ഡോക്ടർ ഹരിലാൽ, അവിടെയാണ് ആശങ്കപ്പെടുന്ന ഒരു കാര്യം. നമ്മൾ ഒരു പ്രപ്പോസലിന് മുമ്പ് ഉയർന്നത് ഈ വിദേശ സർവകലാശാലകളോട് പൊതുവിൽ ഉള്ള താല്പര്യം, അതിന് സമാനമായി നമ്മുടെ സർവകലാശാലകളിലേക്ക് വിദേശ സർവകലാശാലയുടെ ഒരു ക്യാമ്പസ് ഓപ്പൺ ചെയ്യുക, ഒരു സെന്റർ ഓപ്പൺ ചെയ്യുക എന്നൊരു നിർദ്ദേശം ഉയർന്നിരുന്നു. പക്ഷേ അത് വലിയ വിവാദത്തിൽപ്പെട്ടു എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ ആദ്യ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക്കുകളും ഒക്കെ തന്നെ വളരെ വേഗം മാറേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ വളരെ വിപുലമായിട്ടുള്ള കരിക്കുലം ചേഞ്ചസ് ഒക്കെ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വരികയാണ്. വലിയ മാറ്റമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കണം. ചില മേഖലകളിൽ നമ്മളിപ്പോ പുതിയ കോഴ്സുകൾ ട്രൈ ചെയ്യുന്നു. ആ കോഴ്സുകളിൽ വീണ്ടും മാറ്റം വരുത്തേണ്ടി വരും. കാരണം ലോകം മാറുന്നത് വളരെ വേഗത്തിലാണ്, സാങ്കേതിക വിദ്യ മാറുന്നത് വളരെ വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകളും വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള വലിയ സാധ്യതകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കോഴ്സുകളിൽ, നമ്മുടെ സമ്പ്രദായങ്ങളിൽ വേണ്ട മാറ്റം വരുത്തണം. അതിനോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ ഫോറിൻ സർവകലാശാലകളുടെ, വിദേശ സർവകലാശാലകളുമായി ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള സഹകരണം, അതിനുള്ള സാധ്യതകളും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ യൂറോപ്യൻ കൺട്രീസ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണ്, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അത് തൊഴിലിന് വേണ്ടിയുള്ള കുടിയേറ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, യൂറോപ്യൻ കൺട്രീസിലും മറ്റും പോകുന്നത് പഠനാവശ്യത്തിന് പോയി പിന്നെ അവിടെ അങ്ങ് സ്ഥിരതാമസമാക്കുന്നതാണ് കാണുന്നത്. 2-3 കാരണങ്ങളാണ്. ഒന്ന്, യൂറോപ്യൻ കൺട്രീസിൽ പ്രധാനമായും അവിടെ ജനസംഖ്യയിൽ കുറവുണ്ട്. അപ്പം കൂടുതൽ മനുഷ്യ വിഭവശേഷിയെ, ഇന്ത്യ അടക്കമുള്ള 3-4 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യ വിഭവശേഷിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതൊരു സ്ട്രാറ്റജിക് പ്ലാനായിട്ട് അവർ മുന്നോട്ട് വരികയും നമ്മളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്ന പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അതിനെ വെല്ലുന്ന പദ്ധതികൾ കൂടി നമ്മളിവിടെ ഉണ്ടാവേണ്ടതില്ലേ, അങ്ങ് മുമ്പ് സൂചിപ്പിച്ച വിഷയം പ്രാവർത്തികമാക്കാൻ? തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ ഡെമോഗ്രഫിക് ഡൈനമിക്സിന്റെ ഭാഗമായിട്ട്, ആഗോള ജനസംഖ്യാ മാറ്റത്തിന്റെ ഫലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണിത്. വികസിത രാജ്യങ്ങളിൽ ജനസംഖ്യ കുറയുകയാണ്. അവർക്ക് ആളുകളെ വേണം, തൊഴിലെടുക്കാൻ ആളുകളെ വേണം. അതല്ല, ഒരുപാട് പ്രദേശങ്ങളിൽ ആളുകളെ ഇല്ലാത്ത അവസ്ഥ അവർ നേരിടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 3-4 ലോക രാജ്യങ്ങളിൽ നിന്നും, ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ അങ്ങോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി അവർ ശ്രമം നടത്തുന്നുണ്ട്. സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഉദാരമായിട്ടുള്ള സമീപനം അവര് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ ജനസംഖ്യയെ നമ്മുടെ തൊഴിൽ സേനയിലും ശക്തമായിട്ടുള്ള ഒരു ഭാഗത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കിപ്പോ സർപ്ലസ് പോപ്പുലേഷന്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ആദ്യം വലിയ പ്രശ്നം ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ നേരിടുന്നില്ലെങ്കിലും കേരളത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ക്രിട്ടിക്കൽ പ്രോബ്ലമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ചെറുപ്പക്കാരില്ലാത്തത്. അതുകൊണ്ട് ആൾറെഡി നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് തൊഴിലാളികൾ വരുന്നു. ആദ്യം ഈ കായികാധ്വാന പ്രധാനമായിട്ടുള്ള ജോലികളായിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അവര് ടെക്നിക്കലായിട്ടുള്ള വർക്ക്, അതുപോലെ കാഷ്യർ, ക്ലർക്ക്, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോലും എത്തിച്ചേരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ തൊഴിൽ കമ്പോളങ്ങളിൽ ആവശ്യമായ പരിഷ്കാരം വരുത്തി നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മുടെ തൊഴിൽ കമ്പോളത്തിൽ മാറ്റം വരുത്തുന്ന സമീപനമൊക്കെ സർക്കാർ, പിന്നെ അതുപോലെ തന്നെ സമൂഹമാകെ സ്വകാര്യ മേഖലയും സ്വീകരിക്കേണ്ടതായി വരും എന്നുള്ളതാണ് കാണുന്നത്. വളരെ നന്ദി ഡോക്ടർ ഹരിലാൽ പ്രതികരിച്ചതിന്. എന്തായാലും വളരെ വലിയ വിഷയമാണ്, വലിയ ചർച്ചകൾ വേണ്ട വിഷയമാണ്, അത്ര ഗൗരവം വേണ്ടിവരുന്ന ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച പഠനങ്ങളും ആലോചനകളും സർക്കാർ കേന്ദ്രങ്ങളിൽ നടക്കട്ടെ, രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറവും അതുണ്ടാവട്ടെ. എന്തായാലും യുവത, അതിൽ യുവതികളും യുവാക്കളും അടങ്ങുന്ന യുവത എന്ന വലിയൊരു സങ്കല്പമാണ് ഒരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രതീക്ഷ നൽകേണ്ടത്.
പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആ യുവത നമുക്ക് നഷ്ടപ്പെടുന്നോ എന്ന ആശങ്കപ്പെടുന്ന ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണ്. അതിൽ കൂടുതൽ പഠനം നടക്കണം. ഒപ്പം വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അത് അറിയാനുള്ള ആഗ്രഹമെന്ന വലിയ ലക്ഷ്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ഈ പുതുതലമുറ നമുക്ക് തിരിച്ചെടുക്കണ്ടേ? ഇവിടെ തന്നെ ഉണ്ടാവേണ്ടേ അവരുടെ മനുഷ്യ വിഭവശേഷി എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ഒരു ഇടവേളയാണ്.